अच्छा गाना चेंज किया उसने। अच्छा പ്രീ ഡിഗ്രിക്ക് അവള് ചേരുന്ന കോളേജിലേ ചേരൂ എന്ന് അന്നേ തീരുമാനിച്ചതാ. अच्छा इसलिए उसने कॉलेज भी ज्वाइन किया वही वाला। നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ട് പോയി. अच्छा ये वो लड़की है रसिया। दूसरी वाली। ये कहाँ जा रहे हैं? പുള്ളിയുടെ പാട്ട് കഴിഞ്ഞ താരാക്കുറുപ്പിന്റെ ഡാൻസ് നിങ്ങൾ അകത്തേക്കെങ്കിലും പോയി കാണാം. സൂക്ഷിച്ചു വേണേ. അപ്പോൾ क्या करने क्या जा रहे करेगा हैं? ये? उसकी परफॉर्मेंस है नेक्स्ट। लड़कियों के बगल पे जाके खड़ा हो गया। वो चाहता है कोई तो मिले हैं जिसके साथ घूमे फिरे। देखो हाँ मुझे लग रहा था ये लड़की प्यार करती है उससे शायद, बुरके वाली ना। वहीं घुस गया जबरदस्ती वो लड़कियों के साथ। इसका डांस है शायद अब है? उसका स्टैंड है वो लड़की का। हेलो 1 2 3 4 माइक टेस्टिंग अब क्या होने वाला? എങ്കിൽ എത്രയും പെട്ടെന്ന് ഗ്രീൻ റൂമിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. അദ്ദേഹത്തെ കാണാൻ 2 അഖിലേന്ത്യാ നേതാക്കൾ തവണ തുടർച്ചയായി കലാതിലക പട്ടം നേടിയ ഈ കോളേജിന്റെ നാട്യമയൂരി താരറാണി. क्या किया हुआ इसने? पता नहीं क्या कर रहे हो, पता नहीं क्या किया उसने। उसका डांस खराब करना चाह रहा है ये। दुश्मनी निकाले ना इसने। कुछ तो किया इसने। उसको पूछ रहा क्या क्या तूने। इसमें तो नहीं किया उसने कुछ। इसमें तो नहीं डाला उसने कुछ। ओ हाँ कहीं कुछ उसने उसमें वैसे तो नहीं डाला। लाया तो नहीं था उसने उसमें कुछ। अच्छा गाना चेंज किया उसने। अच्छा उसे गुस्सा आ गया बैन करके। താരെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അവന്മാര് നിന്നോട് മാപ്പ് പറയും. മാപ്പ് പറഞ്ഞോണ്ട് മാത്രം തീരുന്ന പ്രശ്നമല്ല. माफी मांग। മുരളി മാറിയേക്ക്. ഇങ്ങനെ വെറിയിടാകല്ലേ, ഞങ്ങളൊക്കെ താരുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഒരു കാര്യമില്ല മുരളി. പൊളിറ്റിക്കൽ സ്ട്രെങ്ത് വെച്ച് ആരെ ഇൻസൾട്ട്. നിസ്സാര പ്രശ്നങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുന്നതാ നിങ്ങളുടെയൊക്കെ കുഴപ്പം. ഇതൊക്കെ വെറും തമാശകളല്ലേ. जूस पिला रही हो आराम से। തീരും. ലക്ഷ്മി ये कौन है यार? പ്രിൻസിപ്പൽ അച്ഛൻ. ഓക്കെ अच्छा ये वो ही കെമിസ്ട്രി है। ഹെഡ് इसका हस्बैंड। दोनों टीचर है ना वो। അതായത് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോഴേ ഈ പ്രശ്നമാണെന്ന് തോന്നുന്നതൊക്കെ അതിനു പകരം ഞാനും എന്തെങ്കിലുമൊക്കെ തമാശകൾ ഇവർക്ക് കൊടുക്കണ്ടേ സാറേ? താരെ പ്ലീസ്. മുരളി ഇതിൽ ഇടപെടണ്ട. वो तो एक तरह से प्रैंक किया था, इतना बड़ा तो नहीं किया उसने कुछ भी ना। उसको बहुत बुरा लग गया। സതീശനെ കുറിച്ച് നീ എന്തൊക്കെയാ പറഞ്ഞത്? അവൻ ഏഷണിക്കാരനാണ്. अच्छा रात को सो रखे। कौन आया होगा? कहीं गुंडे तो नहीं भेजे उस लड़की ने? ये भयंकर की तो गुंडे हैं। ये गुंडे कहाँ से आ गए? उस लड़की ने भेजे थे। उसे ने तो नहीं भेजे तारा ने। हाँ हो सकता है। सारे हो तो
अरे कोई आ कौन रहा है उन्हें बचाने? सारे छुप के देख रहे हैं, ये नहीं उनको बचा ले। इनको बड़ी हंसी आ रही। इन्होंने तो नहीं भेजे कहीं। हो सकता है। इसे नहीं भेजे, ये ना उसका स्टैंड उस लड़की का। हाँ इसे नहीं भेजे। इसे तो चैलेंज दिखता रात में। फिर मार दिया। को पूछा क्यों नहीं कि किसने भेजा उनको? ഈ ഭാസ്കരൻ ആരാന്നാ പറഞ്ഞ ഗുണ്ട कैसे ആരെങ്കിലും ചെയ്യിച്ചതോ मना क्यों किया എന്ന് उसने? വല്ല സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. पता भी नहीं है उन्हें किसने भेजा। नो रिएक्शन विदाउट एक्शन। ധൈര്യമായിട്ട് उसी उन्हीं पे शक कर रहा है। തുറന്ന് എടുക്കണം. സാറ് വെറുതെ കഷ്ടപ്പെടണോ? ഈ പറയുന്നതിന് തെളിവുണ്ടോ? തെളിവുണ്ടാവില്ലല്ലോ. കാരണം ഒന്ന് ഇവിടുത്തെ MLA-യുടെ മകളും ഒന്ന് ഭാവിയിൽ MLA कहाँ जा रहे हैं? നിങ്ങൾ വീണ്ടും ഇതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കാൻ പോവാണോ? കൊടുക്കൽ വാങ്ങലിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഇത്തിരി കണിശക്കാരാണെന്ന് സാറിന് അറിയാലോ. മുതലും പലിശയും ചേർത്ത് കിട്ടിയിട്ട് उसी की लड़की के पास तो नहीं जा रहा है कहीं? उसी के पास जाएगा। ഓവർ. इससे तो कुछ किया भी नहीं था शायद। पता है इस लड़की को इसे नहीं भेजा, मुझे लग रहा। हंस रही है उनको देख के। പെമ്പിള്ളേരുടെ വോട്ട് കിട്ടാൻ വേണ്ടി വെറുതെ കെട്ടി വെച്ചിരിക്കുക. ഇത്തരം ചീപ്പ് നമ്പേഴ്സ് ഒന്നും ഇന്നലെ രാത്രി ഹോസ്റ്റലിൽ നടന്നൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? കാര്യങ്ങളൊക്കെ വേണു പറഞ്ഞു. ये वैसे टकराती रहती है രാത്രി इससे। ഹോസ്റ്റലിൽ കയറി മേയാൻ. എന്തിനാ സുഖു താരയോടുള്ള ദേഷ്യം പാവം പെൻകുനോട് തീർക്കുന്നത്? ഇവളുമാരെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ലടാ. ഒക്കെ ഒറ്റക്കെട്ടാ. ഞാൻ വെറുതെ കുശലം ചോദിച്ചല്ലേ. നല്ല ബെസ്റ്റ് കുശലം. യുവന്മാരെ ഇന്നലെ രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഞാനാ. വിശേഷം ഞാൻ പറഞ്ഞുതരാം. സഖാവിന്റെ ഒരു സഹായം വേണം. उस लड़की की मदद ले रहा था वो कुछ दूध कुछ मिलाया तो नहीं है? हाँ लग रहा है दूध में मिला दिया। अच्छा मिला रही है ये। क्या मिला दी? पेट खराब करने की दवाई तो नहीं मिला रही? എന്റെ മോന് ഈ ജോലി കിട്ടിയ അതൊരു വലിയ സഹായാവും. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, നാളെ വിളിക്കുമ്പോ ഒന്നുകൂടെ പറയാം. ओ उसे पी लिया वो। മോഹൻലാലിന്റെ പെർഫോമൻസ് എന്തായിരുന്നു? അങ്ങനെയൊന്നും പറയണ്ട. അമരത്തിലെ മമ്മൂട്ടി എന്താ മോശമായിരുന്നോ? अच्छा नशे की दवा थी नशे की दवाई थी वो। नींद की तो नहीं थी, नींद की थी शायद। हाँ नींद की दवा थी वो। इसको किडनैप नहीं करने वाले कहीं है? वो। आ गई वो। करने के वाले हैं, बस एक दूसरे से बदला ले रहे हैं और कुछ नहीं कर रहे। किडनैप तो कर रहे हैं। नहीं नहीं उठाए नहीं। और उसको चैन नहीं उसको इसका बेड भी। उठा के शायद कहीं और रख देंगे। कहीं कॉलेज के बाहर तो नहीं रख देंगे। ये कॉलेज के बाहर रख दिया। कॉलेज के बाहर रख दिया। समझ रहे हैं उसको देख के। नींद की दवाई भी मिला देते ना। हाँ क्या रखा उन्होंने उसका बेड सीधे बीच कॉलेज में। ഞാനാണിത് ചെയ്തത് എന്നുള്ളതിന് തെളിവൊന്നുമില്ലല്ലോ. ണ്ട് കൂടുതൽ എന്തെങ്കിലും ചോദിക്കണമെന്ന് തോന്നുവാണെങ്കിൽ ആളെ അയച്ചാൽ മതി. ഞാൻ ഗ്രൗണ്ടിനടുത്തുണ്ടാവും. आ गई वो उसके बाद। ഗുരുകുല സമ്പ്രദായത്തിൽ ശിഷ്യഗണ അന്തി ഉറങ്ങിന്ന് കേട്ടപ്പോ എന്റെ സകല രോമങ്ങളും ഇതാ കണ്ടില്ലേ പെടച്ചുപോയി. നേരിട്ട്
കേരള പോലീസിന്റെ മൂന്നാം മുറിയുടെ സുഖം മോൻ ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ. पुलिस की धमकी दे എന്റെ रही है അച്ഛനോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ अब अपने पापा की धमकी भी दे रही है। നീ ജയിച്ചു എന്ന് കരുതണ്ട. അഹങ്കാരത്തിന്റെ ഈ ചിരി അധികാലം ഈ മുഖത്തുണ്ടാവില്ല. താരയാ പറയുന്നേ. अच्छा ये भी बदला लिए उससे, इसने सुन इसने सुन लिया। सुनता था। ഹോസ്റ്റലിൽ നിന്ന് എടുത്തോണ്ട് വന്നു എന്ന് മാത്രമല്ല, കോളേജ് തുറന്ന് രാവിലെ ആദ്യത്തെ സ്റ്റുഡന്റ് വരുന്നവരെ തന്റെ മോഹന अभी उसके वजन पे भी बात करने നമ്മുടെ लगी है। പഴന്തുണി കൂർക്കം വലിക്കുന്ന കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു പെണ്ണ് കൂർക്കം വലിക്കുന്നത് ആദ്യമായിട്ട് കേൾക്കുക. ഇന്നലെ രാത്രി ഞങ്ങൾ മുറി വന്നപ്പോ എന്താ അല്ല, അവന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ രാത്രി മുഴുവൻ ഈ സൗന്ദര്യ സമ്പത്തിന് കാവലിരുന്നപ്പോ എന്റെ ഡീറ്റെയിൽസ് മുഴുവൻ പറയിച്ച് അത് ഫീച്ചർ ആക്കുകയും ചെയ്യും. പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. कल जमाने उस समय तो सीसीटीवी कैमरा भी नहीं होता था, एविडेंस है नहीं कुछ। कैसे स्ट्राइक कर रही हूँ। इन्हीं की पार्टी है। कितने ये चालाक है। हमेशा वैसे करते हैं, पता नहीं वो लाठी इससे चार्ज बदला लेना क्यों चाहता है। चार्ज कर दिया पुलिस नहीं ने। नहीं नहीं नहीं। शिट, कितने चालाक है। वहां से उन्होंने पत्थर फेंके, अब पुलिस इन्हें पीटने लग गई। ओह कैसे मार दी पुलिस उनको। अंदर ही लाठी चार्ज से होने लग गया, कैंपस के अंदर ही। कैसे डर रहा। अब ये दुनाई कर रहा शायद। लेकिन अब कॉलेज होगा। खुश हो रहे। इनको भी पड़ के डंडे देखो। इन्हें पीटे पुलिस ने। इन्हीं की वजह से तो सब पढ़ने चाहिए इन पे डंडे। इसको कैसे मार। इसको गुस्सा आ गया। ऐसे नहीं मारना चाहिए ऐसे किसी को भी, इतनी बुरी तरीके से। ये हर समय ये कहाँ डरी से आ क्यों गई रहती? है? ये घूमते रहे। ये लाइब्रेरी घुस गया है। ओह अच्छा क्या हो गया? इनहेलर अच्छा अच्छा इसी तो तबीयत खराब बीमारी हो थी गई। ना, सांस की बीमारी है उसे। अस्थमा इसको। ஓகேடா, நீ ஏன் சண்டை போடுறேன் கண்ணா? நீ ஓகே தானடா? ऐसी हुई होगी इसकी मौत, ज्यादा मुझे लग रहा। पुलिस कैसे मार रहे हैं उनको बेरहमी से। ക്കാരൻ തമ്മിലുള്ള ഇഷ്യൂ, അതിന്റെ പേരിൽ കോളേജിനകത്ത് കയറാനും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും തലിച്ചതയ്ക്കാനും ആരാ നിങ്ങൾക്ക് ലൈസൻസ് തന്നത്? പോലീസുകാരിൽ പഠിപ്പ് ഓർഡർ ദേവസേ ക്ലാസ് റൂം ഒക്കെ പൂട്ട്. യു ബെറ്റർ ഗെറ്റ് അപ്പ് ആൻഡ് ഡിസ്പേഴ്സ്. കം ഓൺ. ചന്ദ്ര എഴുന്നേക്ക്. अरे तो दरवाजा बंद कर दिया। ओ खिड़की भी। ये इन्हें पता नहीं है ना। हाँ क्यों चले गए। अबे बंद तो नहीं हो गया कॉलेज? हाँ कॉलेज बंद कर दिया उन्होंने। अबे ये तो फंस गए। मुझे तो इंजर्ड हो रखी है। चले गए पुलिस अब। अबे इसने गेट ही बंद कर दिया। ओ कॉलेज ही बंद हो गया। क्या दे रहा है इसको, कौन सा सॉल्यूशन दे रहा। अच्छा उसके घाव पे लगाएगा ना वो। दुश्मनी खत्म हो गया दोनों की।
ക്ലാസ്മേറ്റ് ആയിപ്പോയി. അത്രേ ഉള്ളൂ. उसके पर्स में फोटो दे उसकी. उसकी फोटो. वही वाली फोटो. ऐसे करता था लाइक उसे. उसको पसंद करने लग गया था वो. अच्छा 5 साल पहले से ही. ഭരതനാട്യത്തിനും പിന്നെ പങ്കെടുത്ത ഐറ്റത്തിനൊക്കെയും സമ്മാനം നേടിയ ഉണ്ടക്കണ്ണിയോട് ആരാധനയായിരുന്നു. പിന്നീട് പഠിക്കാനും പ്രീ ഡിഗ്രിക്ക് അവള് ചേരുന്ന കോളേജിലേ ചേരൂ എന്ന് അന്നേ തീരുമാനിച്ചതാണ്. अच्छा इसलिए उसने कॉलेज भी ज्वाइन किया वही वाला. വെറുക്കാനുള്ള കാരണങ്ങളുണ്ടാക്കി. പകല് മുഴുവൻ വെറുത്ത് 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 രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ രീതിയിൽ കയ്യടി നേടിയ പൊടിമീശക്കാരനെ അവളും ശ്രദ്ധിച്ചിരുന്നു. പ്രീ ഡിഗ്രിക്ക് ചേരുന്ന കോളേജിൽ സ്നേഹമൊന്നും അവൾക്ക് കിട്ടാണ്ടായപ്പോ കാരണമുണ്ടാക്കി വഴക്കടിച്ചു. പകല് മുഴുവൻ വഴക്കിട്ട് കൂടെ പോന്ന കാത്തിരുന്ന പെണ്ണല്ലേ अब खुल गया. और देखिए ये कहाँ से आए. शॉक हो गया. फादर को बता देगा. अपर जैंड का दिखा रहे हैं. ഉള്ള പ്രേമം കോളേജിലെ പരദൂഷണ സദസ്സുകളിൽ പാട്ടായി, ചുവരുകളിൽ വാർത്തയായി. അതോടെ കോളേജിൽ വെച്ച് സ്വസ്ഥമായിട്ട് അവിടെ കഴിയാമല്ലോ എന്ന് ഓർത്തപ്പോ അതിന് അപ്ലൈ ചെയ്യാൻ അവർ തീരുമാനിച്ചു. അതിനുവേണ്ടി താരയ്ക്കും സുഗുനും യൂണിവേഴ്സിറ്റി യൂത്ത്. अच्छा वहाँ जा रहे हो, कैंप में जाएंगे शायद कुछ कहीं. സോറി അളിയ, തിരുവനന്തപുരത്തോട്ട് തിരിച്ചിരുന്ന വഴി വീട്ടിലൊന്ന് കയറി. അതാ ലേറ്റ് വേണം, അത് പോയി എടുത്തോണ്ട് വരാം. ഈ തമിഴ് പുലി അളിയന്റെ ആരാ? അമ്മായിയപ്പനോ? അല്ല നിന്റെ കാര്യമല്ലേ, പറയാൻ പറ്റില്ലല്ലോ. എന്റേത് മാത്രമായ പൊടിമീശക്കാരൻ. കിട്ടിയോ? उसको जलन हो रही ना, उसकी सेटिंग हो गई अब. പണ്ട് നീ എന്താ പറഞ്ഞത്? ക്ലാസ്സിലെ പെൺകുട്ടികളുമായിട്ട് പരിഭാവന उसको भी पता चल गया ഒന്നും നടന്നില്ലെന്ന് നീ എന്നോട് കള്ളം പറഞ്ഞില്ലടാ. പോയി പറഞ്ഞാ മതി. എടാ ഒരു സുഹൃത്തിനോട് ഞാൻ കാണില്ലായിരുന്നു. അതിന് മാത്രം അതിലൊന്നും ഇല്ലല്ലോ. അടിവരയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. വായിക്കാം. അറിയാതെ ഞാൻ നിന്നെ ഓർത്തുപോയി. ഈ മധു നൂറുന്ന ചിത്രശലഭത്തെ കണ്ടപ്പോ അവള് നിന്നെ ഓർക്കാൻ കാരണം എന്തളിയാ? എടാ അതന്ന് ഞങ്ങൾ പ്രധാനപ്പെട്ടൊരു ഭാഗം വായിക്കാൻ തുടങ്ങിയതാ. അപ്പോഴാ अच्छा इनकी अलग पार्टी चल रही. എന്റെ കാഴ്ച പോകുന്ന അച്ഛന് ഈ പവർ കട്ടൊന്നും ഒരു പ്രശ്നമേ അല്ല. ലൈറ്റ് ആണെന്ന് പറയാതെ കൂടി അതിനകത്ത് മാവൊന്നും നട്ടിട്ടില്ല. പോടാ എണീച്ച്. फादर आ गए. पकड़ लिया. എന്തൊരു സൽക്കരണം. വെറുതെ അല്ല തന്നെ ഓസപ്പരെന്ന് വിളിക്കുന്നത്. കറണ്ട് പോയത് കണ്ടില്ലൂടോ. പോയി ജനറേറ്റർ ഇനി തന്തയ്ക്ക് വിളിക്കുന്നതിന് മുമ്പ് പോയി ജനറേറ്റർ ഓൺ ചെയ്തോ. പോ. कैसे आवाजें कर रहे हो? വിളി കേട്ടു. അളിയ നീ ആ കത്തിങ് താടാ. നാളെ ഒരു इसके दिमाग में बस यही चलता रहता है. അത് നിന്റെ കുഴപ്പമല്ല, ഈ കത്തിന്റെ കുഴപ്പമാ. അതുകൊണ്ട്
താരാക്കുറുപ്പിന് പി സുകുമാർ इसने सुन लिया ओ ये बता उसी को देगा बताएगा ना वो। ഈ വർഷം കോളേജ് യൂണിയൻ പിടിക്കാൻ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? उसके पापा को बताएगा शायद। ठीक है दोस्त था ना वो ഒരു സീറ്റിന്റെ പിൻബലത്തിലാണ് നമ്മൾ യൂണിയൻ ഭരിച്ചത്. इसका दोस्त ഈ കുറി അറിഞ്ഞു കളിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാ. ഞാൻ നോക്കിയിട്ട് ഒറ്റയാക്കി നിർത്തിയ ആ സീറ്റ് ഉറപ്പാ നമുക്ക് യൂണിയനും. കുറുപ്പ് സാറിനോട് ഞാൻ സംസാരിക്കാം. അതെ, അങ്ങനെ വെറുതെ സംസാരിച്ച പോരാ. പണിയൊത്തൂലേ? നീ എന്താടാ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കണേ? എടാ കുറുപ്പ് സാർ MLA ആണെങ്കിൽ ഞാൻ MLA യുടെ MLA വിചാരിച്ചെന്നെ കുറിച്ച്. എടാ താരയെ കയ്യിൽ കിട്ടിയാലേ അവളുടെ അച്ഛൻ എന്ന പൊളിറ്റിക്കൽ കിങ് മേക്കറെ വെച്ച് ഈ അകത്തിരിക്കുന്ന പള്ളിക്കാത്തോട് ശശി എൻ്റെ കൂടെ നിർത്തിയത്. എൻ്റെ അടുത്ത് ആ ജുകുമാരൻ്റെ കളി. താര നമ്മുടെ പാനലിൽ നിന്നാ അവർ രഹസ്യമൊന്നുമല്ല. നീ DSUന്റെ കാൻഡിഡേറ്റ് ആയാ പിന്നെ ആണാന്ന് പറഞ്ഞ് എനിക്ക് മീശം വെച്ച് നടക്കാൻ പറ്റില്ല. സുഖം എന്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കി പറഞ്ഞു നോക്കി. ഇനി ഒന്നേ പറയാനുള്ളൂ, ഞാനൊരു SFK കാരനെ പ്രേമിക്കുന്നു. അതും കൂടി പറഞ്ഞാ പിന്നെ ഒന്നും വേണ്ടി വരില്ല.